അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സ്നേഹിതന്മാരെ, ഈ അടുത്ത കാലത്തായി വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമാണ് മുത്തലാഖും അനുബന്ധ വിഷയങ്ങളും. മുത്തലാഖിന് വിധേയരായ ചില സ്ത്രീകളുടെ ഹർജികളും അതിൽ പക്ഷം ചേർന്ന ചില വനിതാ സംഘടനകളുടെ നിലപാടുകളും ഏകസ്വീൽ കോഡ് നടപ്പിലാക്കണമെന്ന രീതിയിൽ വളരെ താല്പര്യത്തോടുകൂടി സജീവമായ കേന്ദ്ര സർക്കാരിൻ്റെ ആവേശവും എല്ലാം സമൂഹത്തിൽ ഇത് വലിയ ചർച്ചയ്ക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇതിൽ ഇടപെടുകയും വിശദമായ ഒരു വാദം കേൾക്കലിന് തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ പ്രതികൂലികളുടെയും അനുകൂലികളുടെയും വിശദമായ വാദം കേൾക്കൽ ഈ മാസം 11 ആരംഭിക്കുകയും ഈ വ്യാഴാഴ്ചയോടുകൂടി 6 ദിവസം നീണ്ടുനിന്ന വിശദമായ വാദം കേൾക്കൽ അവസാനിക്കുകയും വിധി പിന്നീട് പറയാമെന്ന് മാറ്റിവെക്കുകയും ചെയ്യുകയുണ്ടായി. മുത്തലാഖ് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും അത് നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദവും, മുത്തലാഖ് നിരോധിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള കടന്നുകയറ്റമാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വേണ്ടി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വാദമുണ്ടാവുന്ന തരത്തിലാണ് വാദം കേൾക്കൽ പുരോഗമിച്ചിരുന്നത്. ഏതായാലും അവസാനത്തിൽ മുത്തലാഖ് പാപമാണെന്നും മുത്തലാഖിൽ നിന്നും വിമോചനത്തിന് വേണ്ടിയുള്ള സർവ്വവിധ ശ്രമവും സമുദായത്തിൽ നടത്താമെന്നും പേഴ്സണൽ ലോ ബോർഡ് വാക്ക് കൊടുക്കുകയുമുണ്ടായി. അവസാനം കോടതി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനോട് ആവശ്യപ്പെട്ടു, വിവാഹ സമയത്ത് തന്നെ 3 ത്വലാഖ് ചൊല്ലുന്ന രീതി താല്പര്യമില്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്താൻ വധുവിന് അവസരം കൊടുക്കുമോ എന്ന ചോദ്യത്തിന് കൊടുക്കാമെന്നും അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കാദിമാർക്ക് നൽകാമെന്നും പേഴ്സണൽ ലോ ബോർഡ് അറിയിക്കുകയുണ്ടായി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ മുത്തലാഖ് എന്ന് പറയുന്ന സംഭവം കോടതി നിരോധിക്കാതെ തന്നെ അത് ഇല്ലാതെ പോകുന്ന അവസ്ഥയിലേക്കാണ് ആ കാര്യം കൊണ്ട് എത്തിപ്പെടുക. കാരണം വിവാഹ സമയത്ത് വധുവിൽ നിന്നൊരു കൺഫർമേഷൻ ഉണ്ടാവണം 3 ത്വലാഖ് ചൊല്ലുന്ന രീതിയെ താല്പര്യമുണ്ടോ അതോ ഇല്ല എന്ന്. സ്വാഭാവികമായും ഏതൊരു വധുവും അത്തരം ഒരു വിവാഹമോചനത്തിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് രേഖപ്പെടുത്തുക. ഫലത്തിൽ വിവാഹത്തിന്റെ ഉടമ്പടിയോട് കൂടെ അതേ സമയത്ത് തന്നെ മുത്തലാഖിന്റെ സാധ്യതയും അവസാനിക്കുമെന്ന്, നിയമം മൂലം അവസാനിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു ന്യൂനപക്ഷത്തിന്റെ വിശ്വാസപരമായ അവകാശമായ ഈ ഒരു രീതിയെ കോടതി നിയമം മൂലം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത തരത്തിലാണ് അതിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ ശുഭകരമായ കാര്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം ശേഷമുള്ള കോടതിയുടെ നിലപാടുമായി ആശ്രയിച്ചിരിക്കും. പക്ഷേ അത് നമുക്ക് ഒരു നിരാശ തോന്നുന്നത്, കോടതിയുടെ മുമ്പിലുള്ള വാദത്തിൽ മുത്തലാഖ് പാപമാണെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് സമ്മതിക്കേണ്ടി വന്നതോടുകൂടെ ഇത്രമേൽ അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തത് എന്തിനായിരുന്നു എന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ കൂടുതൽ അനാവശ്യപരമായ ചർച്ചക്കും ഇസ്ലാമിന് തന്നെ പേരുദോഷം വരുന്ന രൂപത്തിലൊക്കെയുള്ള
ഈ ഒരു കോടതിയിലേക്കുള്ള വലിച്ചിഴക്കലില്ലാതെ തന്നെ ഇത്തരം ഒരു ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ വളരെ താല്പര്യത്തോടും കാർക്കശ്യത്തോടും കൂടി സമുദായത്തിൻ്റെ ഇടയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഏകോപനപരമായ അഭിപ്രായം സ്വരൂപിക്കുകയും ആ നിലപാട് കോടതിയെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ആർജവം അറിയിക്കുന്നതിന് പകരം കോടതിയിലേക്ക് വരെ വലിച്ചിഴക്കുകയും കോടതിയുടെ സമ്മർദ്ദം ഫലമായിക്കൊണ്ട് അവിടെ അത് പാപമാണെന്ന തരത്തിലേക്ക് പാപകരമായ ഒരു വിഷയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന ഒരു അർത്ഥത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്നതാണ് ഈ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഏതായാലും മുത്തലാഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വാസികളും ഇതര സമുദായ അംഗങ്ങളുമൊക്കെ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ രീതികളെയും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു സംസാരം നിർവഹിക്കുന്നത്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെല്ലാം ഇത് മനസ്സിലാക്കുന്നത് ഉപകരിക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വിവാഹത്തിനും വിവാഹമോചനത്തിനുമൊക്കെ കൃത്യമായ രീതികൾ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. രണ്ട് ദമ്പതികൾക്കിടയിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ നടപടികളും പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധ ദീനും ഒക്കെ നിർദ്ദേശിക്കുന്നുമുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവസാനിച്ച് ഇനി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം തീരുമാനമാവുമ്പോൾ ത്വലാഖ് ചൊല്ലുക എന്ന് പറയുന്ന ഒരു രീതിയെ ഇസ്ലാം അംഗീകരിച്ചു തരുന്നുണ്ട്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ വിവാഹ മോചന രീതി വളരെ മാതൃകാപരമാണ്. ഇതര സമൂഹങ്ങൾക്കൊക്കെ മാതൃകയാക്കുന്ന തരത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് ദമ്പതികൾ പിരിഞ്ഞു പോകുമ്പോൾ സാധാരണ പൊതുസമൂഹത്തിൽ സംഭവിക്കാറുള്ളത് രണ്ടുപേരും ഒത്തൊരുമിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും അവർ വിവാഹത്തിന് സമ്മതിച്ചതുപോലെ വിവാഹമോചനത്തിനും ഒരു കരാർ ഒപ്പിട്ടുകൊണ്ട് ധാരണയിൽ എത്തുകയുമാണ് ചെയ്യുക. അതോടുകൂടി അവർ അവരുടെ ജീവിതത്തിൽ നിന്നും വേർപിരിയുകയാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു വിവാഹമോചനം എന്ന് പറയുന്ന ത്വലാഖ് സംഭവിച്ചാൽ തന്നെ ഇനിയും അതിൽ നിന്ന് മടങ്ങി വരുവാനും വീണ്ടും പൂർവ്വ രീതിയിലേക്ക് ദാമ്പത്യത്തിനെ നയിക്കുവാനും ഒക്കെ ഇനിയും രണ്ട് അവസരങ്ങൾ ബാക്കിയാണ്. ജീവിതയാത്രയിൽ ദാമ്പത്യത്തിൻ്റെ സൗഹൃദയാത്രയിൽ ഇങ്ങനെ 3 അവസരങ്ങൾ വളരെ വിശാല അർത്ഥത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ 3 അവസരങ്ങളെയും ഒറ്റത്തവണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ വിവാഹ കരാറിൽ നിന്നും ദമ്പതികൾ വേർപ്പെടുന്ന രീതിയാണ് മുത്തലാഖ് എന്നുള്ളത്. മുത്തലാഖ് എന്നല്ല, ത്വലാഖിനെ തന്നെ അങ്ങേയറ്റം വെറുക്കുന്ന രൂപത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തിയതെന്നിരിക്കെ മുത്തലാഖ് ഒരിക്കലും അതിൻ്റെ രീതിയെ പ്രോത്സാഹിക്കപ്പെടാറോ അംഗീകരിക്കപ്പെടാറോ ഇല്ല. പക്ഷേ അത് അനുവദനീയമായ ഒരു ഓപ്ഷനാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ സന്ദർഭേണ സൂചിപ്പിക്കട്ടെ, ഇങ്ങനെ 3 ത്വലാഖിൻ്റെ അവസരങ്ങളും ഒരു തവണ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ 3 അവസരവും നഷ്ടപ്പെടുമോ? അതല്ല, ഒരൊറ്റ അവസരം മാത്രമായേ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന രൂപത്തിൽ സമൂഹത്തിൻ്റെ ഇടയിൽ, സമുദായത്തിനിടയിൽ ചെറിയ രൂപത്തിലെങ്കിലും തർക്കമുണ്ട്. എന്നാൽ ഒരു വിഭാഗം അങ്ങനെ 3 ചൊല്ലിയാലും ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്നും, ഒരു വിഭാഗം 3 ചൊല്ലുന്നത് തീരെ താല്പര്യപ്പെടാത്തതും
എതിർക്കപ്പെടേണ്ടതുമാണെങ്കിലും അങ്ങനെ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ അത് അതേപടി തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുമാണ് മറ്റൊരു വാദം. സത്യത്തിൽ ഇങ്ങനെ സമൂഹത്തിനിടയിൽ, സമുദായത്തിനിടയിൽ ഒരു എതിർവാദത്തിന് സാധ്യതയൊന്നുമില്ല. കാരണം മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിലെ ആരാധനപരമായിട്ടുള്ള ക്രമങ്ങളിലൊക്കെ കാര്യം പരിഗണിക്കാറുള്ളത് ഏതെങ്കിലും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മദ്ഹബിന്റെ ഏകോപിച്ചിട്ടുള്ളതായ പ്രബലമായിട്ടുള്ള അഭിപ്രായം ഏതോ അതാണ് അവരുടെ ഇസ്ലാമികപരമായ നിലപാടായി മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഈ മുത്തലാഖ് അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണെങ്കിലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സാധുവാണെന്നും അത് അതേപടി സ്വീകരിക്കപ്പെടണം എന്ന വിഷയത്തിൽ ഒരു മദ്ഹബിന്റെ ഇടയിൽ മാത്രമല്ല ഏകോപനമുള്ളത്, മുഴുവൻ 4 മദ്ഹബിന്റെയും ഇടയിൽ ഏകോപനം ഉണ്ടായ വസ്തുതയാണ്. എന്നിരിക്കെ ഇനിയും സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ സാധ്യത പോലും നിലനിൽക്കുന്നില്ല. 3 ത്വലാഖ് ഒരുമിച്ച് ചൊല്ലുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനത്തിന് എതിരാണ് എന്ന് ഇത് സാധുവാവുകയില്ല എന്ന ആളുകൾ മുന്നോട്ട് വെക്കുകയും ബഖറ സൂറത്തിലെ 229 ആയത്ത് ഇതിനു വേണ്ടി ഉദ്ധരിക്കപ്പെടാറുമുണ്ട്. അത്വലാഖ് മറത്താനി എന്ന് തുടങ്ങുന്ന ആയത്താണ് ഇതിനു വേണ്ടി ഉദ്ധരിക്കുന്നത്. ത്വലാഖ് 2 തവണയായിക്കൊണ്ടാണെന്ന്. സത്യത്തിൽ ഈ പറയുന്ന ആളുകൾ പറയുന്നത് ഓരോ തവണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ത്വലാഖ് ചെല്ലണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ത്വലാഖ് 3 തവണയാണ് എന്നല്ലേ പറയേണ്ടത്? ഇവിടെ 2 തവണ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ത്വലാഖിന്റെ എണ്ണത്തിനെ കുറിച്ചല്ല, മറ്റൊരു വിഷയമാണ് അവിടെ പരാമർശ വിഷയം എന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ത്വലാഖ് 3 തവണയായേ സംഭവിക്കാവൂ എന്നത് 3 തവണ എന്ന് പറയുന്നതിന് പകരം 2 തവണ ത്വലാഖ് മറത്താനി 2 ഘട്ടമായിട്ട് എന്ന് പറയുന്നതിൽ നിന്നും അതിന്റെ താല്പര്യം അതിന്റെ ഘട്ടത്തിനെ സൂചിപ്പിക്കാനല്ല എന്ന് മനസ്സിലാവും. അറേബ്യൻ സമൂഹത്തിൽ തന്റെ സ്ത്രീയെ ത്വലാഖ് ചൊല്ലുകയും അവളെ ദാമ്പത്യത്തിലേക്ക് തിരിച്ചെടുക്കുകയും വീണ്ടും ത്വലാഖ് ചൊല്ലുകയും വീണ്ടും തിരിച്ചെടുക്കുകയും അങ്ങനെ അനന്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പലരെയും കാണുകയും അവരെ കുറിച്ചുള്ള പരാതികൾ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തുകയും ചെയ്തപ്പോഴാണ് ഇതിനെതിരെ തിരുത്തായിക്കൊണ്ട് ഈ പരിശുദ്ധമായ വാക്യം ഇറങ്ങുന്നത്. അപ്പോൾ ഈ പരിശുദ്ധമായ ഖുർആനിക വാക്യത്തിന്റെ താല്പര്യം തിരിച്ചെടുക്കാവുന്ന തരത്തിൽ എത്രയും ത്വലാഖ് ചൊല്ലാമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്ത സമൂഹത്തിന് തിരുത്തായിക്കൊണ്ട് തിരിച്ചെടുക്കാൻ സാധ്യമാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ത്വലാഖ് ചൊല്ലാവുന്നത് 2 തവണ മാത്രമാണെന്ന് പറയുന്നതിൽ നിന്നും അതിന്റെ കൂടിയ പരിധിയാണ്, ഒരുപാടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകൾക്ക് ഒരുപാടില്ലെന്നും അതിന്റെ മാക്സിമം പരിധി ഇത്രയാണെന്നും ബോധ്യപ്പെടുത്തുവാനാണ് അതിന്റെ മാക്സിമം പരിധി 2നെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അതിൽ ഒരു നിർബന്ധമായ ഉത്ബോധനമില്ല. 2 പാടുള്ളൂ എന്നോ അതിന്റെ ഘട്ടം അങ്ങനെയില്ല. അതിന്റെ കൂടിയ പരിധി ഇത്രയാണെന്നുള്ളതാണ്. കാരണം അവിടെ തിരുത്തുന്നത് തിരിച്ചെടുക്കാൻ സാധ്യമാവുന്ന തരത്തിലുള്ള ത്വലാഖിനെയാണ്, അതിന്റെ എണ്ണത്തിനെയാണ് തിരുത്തേണ്ടത്. അതാണ് ഇവിടെ തിരുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തിരിച്ചെടുക്കാവുന്ന ത്വലാഖുകൾ 2 എണ്ണമാണ് എന്നാണ് പറയുന്നത്. 2 എണ്ണം തന്നെ ആവണം എന്ന നിർബന്ധിതമായ ഉത്ബോധനം അവിടെ കാണില്ല. 1 ആയാലും. ചുരുക്കത്തിൽ തവണകളായി മാത്രമേ ത്വലാഖ് സംഭവിക്കാൻ പാടുള്ളൂ എന്നും അങ്ങനെ മാത്രമേ അത് ഗണിക്കുകയുള്ളൂ എന്നുമുള്ള കാർക്കശ്യമായ നിർദ്ദേശം ആ ആയത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, 2ലും പരിമിതമല്ല എന്നും നമുക്ക് മനസ്സിലാവും.
അതിൽ നിർബന്ധിതമായ ഒന്നുമില്ലെന്നും 2 തവണ വേണം എന്നും ഇല്ല എന്നും. അതുകൊണ്ടാണ് 2 തവണ തിരിച്ചെടുക്കാവുന്നതിന്റെ പരിധിയാണ് 2 തവണ എന്ന് തഫ്സീറുകളിൽ മുഴുവനും കാണാൻ സാധിക്കും എന്നതിലുപരി അത്തരം തവണകളെ കൂടുതൽ ഉപയോഗിച്ചതിന്റെ തിരുത്തായിക്കൊണ്ടാണ് ഈ വാക്യം വന്നിട്ടുള്ളത് എന്ന രണ്ടാമത്തെ വാദത്തിനും ഉപരി ആ ആയത്തിന്റെ ശേഷമുള്ളത് വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാവും. കാരണം 2 ത്വലാഖ് ചൊല്ലിയാലും അവസരം അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് ഇപ്പുറത്ത് കാണാം. ഫ ഇംസാകുൻ ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. ഇനി മൂന്നാമത്തെ ചാൻസിൽ ബാക്കിയുള്ളത് ഒന്നുകിൽ നല്ല രൂപത്തിൽ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അതിനും സാധ്യമല്ലെങ്കിൽ നിങ്ങൾ നല്ല രൂപത്തിൽ പരസ്പരം പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഇല്ലാതെ വേർപിരിയുക എന്നുള്ളതാണ്. അപ്പോൾ 2 തവണകൾ തിരിച്ചെടുക്കാവുന്നതും മൂന്നാമത് തിരിച്ചെടുക്കുകയോ തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയോ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു മൂന്നാം ഘട്ടവും പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ